എനിക്ക് മാലിനി ഒന്ന് കാണണം. ഇരിക്കൂ, ഞാൻ വിളിക്കാം. ഇരിക്കൂ. സാരമില്ല. അമ്മയുടെ കത്തുണ്ടായിരുന്നു. ഇലക്ഷന് നമ്മൾ എതിർ സ്ഥാനാർത്ഥികളായി മത്സരിക്കുന്നതിനെ പറ്റി അമ്മ കുറ്റപ്പെടുത്തിയിരിക്കുന്നു. ഇലക്ഷന്റെ വാശിയും വീര്യവും അമ്മയ്ക്കറിയില്ലല്ലോ. നമ്മൾ എതിരായി നിൽക്കുന്നതിലാണ് വീട്ടിലെതിർപ്പ്. ഇത് വീട്ടു പ്രശ്നമല്ല. മാലിന്യക്ക് വേണ്ടി സ്ഥാനാർത്ഥിത്വം പിൻവലിക്കാൻ ഞാൻ തയ്യാറാണ്. അത് ഭീരുത്വമാണ്. ആരെല്ലാം എതിർത്താലും പിൻവലിച്ചാലും എന്റെ സ്ഥാനാർത്ഥിത്വം ഞാൻ പിൻവലിക്കില്ല. തുറന്നു ചോദിക്കട്ടെ, മാലിനി എന്നിൽ നകലാൻ ശ്രമിക്കുകയാണോ? അതിന് നാം തമ്മിൽ അടുപ്പമൊന്നുമില്ലല്ലോ. എന്റെ മുഖത്ത് നോക്കി തന്നെയാണോ മാലിനി ഇത് പറയുന്നത്? തീർച്ചയായും. റിട്ടയർഡ് DSP അച്യുതക്കുറുപ്പിന്റെ മകൻ മുരളീധരൻ എന്ന് മുരളിയേട്ടന്റെ മുഖത്ത് നോക്കി തന്നെ പറയുന്നു. ചുഴലിക്കാറ്റ് പിടിച്ച മനസ്സുമായാണ് ഞാൻ ദിവസങ്ങൾ നീക്കുന്നത്. പേടിക്കണ്ട, ഇലക്ഷന്റെ എല്ലാ വിജയവും ഞാൻ നേരുന്നു. വേണമെങ്കിൽ എന്റെ വോട്ടും കൂടി ഞാൻ തന്നേക്കാം. ഇലക്ഷൻ അല്ല എന്റെ പ്രശ്നം, ജീവിതമാണ്. മിസ്റ്റർ, ഇത് ലേഡീസ് ഹോസ്റ്റലാണ്. ഒരു പുരുഷന്റെ വാക്കുകൾക്കും ശബ്ദത്തിനും ഇവിടെ കടിഞ്ഞാനുണ്ട്. കേട്ടോ ഒരു പുതുമ. മുരളിയും മാലിന്യം കൂടെ ഇലക്ഷനും നിന്നു. തമ്മി മത്സരം. ഒടുവിൽ ജയിച്ചതാരാണെന്നറിയാവോ? മാലിന്യായിരിക്കും. അല്ല, മുരളി. ഇതാ അവന്റെ എഴുത്ത്. അതിനെന്താ? ആണും പെണ്ണും തമ്മിൽ മത്സരിച്ചാൽ ജയിക്കേണ്ടത് ആണ് തന്നെയാ, അല്ലേ ശങ്കരപ്പിള്ളേ? അത് ശരിയാ. മാലിനി തോറ്റത് മറ്റാരോടും അല്ലല്ലോ, മുരളിയോടല്ലേ? അവര് തമ്മിൽ മത്സരിക്കേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നു? അത് നിശ്ചയിക്കുന്നത് നമ്മളല്ല, മാധവമ്മ തന്നെ എത്രയോ പ്രാവശ്യം എന്നോട് മത്സരിച്ചിട്ടുണ്ട്. പക്ഷേ ഓരോ പ്രാവശ്യവും മലർത്തി അടിക്കുന്നത് ആരാ? ഈ ഞാൻ. നീ പറയുന്നേ, നീ തന്നെ പറഞ്ഞാ മതി. കൺഗ്രാറ്റുലേഷൻസ് മിസ്റ്റർ മുരളി. താങ്ക് യു വെരി മച്ച്. തോറ്റതിലുള്ള മനോവിഷമം കൊണ്ടായിരിക്കും മാലിനി മുരളി അഭിനന്ദിക്കാത്തത്. ഓ, പിന്നെ പാർലമെന്റ് ഇലക്ഷൻ അല്ലേ, ജയിച്ചാൽ പ്രധാനമന്ത്രിയാകാൻ പറ്റും. എനിക്കാരും അഭിനന്ദനമൊന്നും വേണമെന്നില്ല. അല്ലെങ്കിലും ഭീരുക്കൾ ജയിക്കുമ്പോൾ അഭിനന്ദനമല്ല, സഹതാപമേ തോന്നാറുള്ളൂ. മാനി, ഇതെന്തൊരു വർത്തമാനം നീ പറയുന്നത്? നീ ഇങ്ങോട്ട് വരുന്നുണ്ടോ? എന്തൊരു പെണ്ണത്, മണ്ണാങ്കണ്ണ. എന്തായാലും ആ പാവത്തിനോട് ഇത്ര ക്രൂരത നീ കാണിക്കരുത്. നിനക്കറിയാമോ, മുരളിയേട്ടന്റെ ആരാധികയാണ് ഞാൻ. എന്റെ മുരളിയേട്ടന് ആത്മബലവും നട്ടലും ഉണ്ടായിരിക്കണമെന്ന് എനിക്ക് നിർബന്ധമുണ്ട് സാറാമ്മേ. അതിന് നീ എപ്പോഴിങ്ങനെ വേദനിപ്പിച്ചാൽ? വേദനിക്കണം. ഇപ്പോൾ വേദനിച്ചാൽ മാത്രമേ ജീവിതത്തിലെ വൈരുദ്ധ്യങ്ങൾ മനസ്സിലാവൂ. അച്ഛന്റെ ചൂണ്ടുവിരലിന് താഴെയുള്ള ലോകം മാത്രമേ ഇന്ന് മുരളിയേട്ടന് പരിചയമുള്ളൂ. ഭാവിയിൽ ഞങ്ങൾക്കൊരുമിച്ച് ഒരു സാമ്രാജ്യം തന്നെ പിടിച്ചെടുക്കാനുള്ളതാണ്. അതിനുള്ള ശക്തി എന്റെ മുരളിയേട്ടൻ ഇന്നേ സമ്പാദിക്കണം. അച്ഛന്റെ മുമ്പിൽ വെറും ഒരു വാലാട്ടിയാകരുത് എന്റെ മുരളിയേട്ടൻ. എടാ, പത്രത്തിൽ റിസൾട്ട് വന്നിട്ടുണ്ട്. കണ്ടു. നിന്റെ നമ്പർ നോക്കിയോ? അവര് നമ്പർ ഇടാൻ മറന്നുപോയായിരിക്കും. ഓഹോ, അപ്പോൾ അബദ്ധം പറ്റിയത് അവർക്കായിരിക്കില്ലേ? എന്താ? അല്ല, റിസൾട്ട് വന്നിട്ടുണ്ടെന്ന് പറയായിരുന്നു. ജയിച്ചോ? ഫസ്റ്റ് ക്ലാസ് ഉണ്ട്. ഗുരുവായൂരപ്പ, നീ എന്റെ പ്രാർത്ഥന കേട്ടു. പിന്നെ നമുക്ക് നാളെ തന്നെ ഒരു തുലാഭാരം നടത്തണം. ഇത്തവണ നമ്മൾ പാസ്സായാൽ പഴം കൊണ്ടൊരു തുലാഭാരം നടത്തിയേക്കാൻ ഞാൻ നേർന്നതാ. പപ്പടം കൊണ്ടാ തുലാഭാരം നടത്താൻ പോകുന്നത്. ഇനി അധികം ജയിച്ചിട്ട് വേണ്ടേ തുലാഭാരം ആരാധനക്ക് നടത്താൻ? മുട്ടയും മാറ്റോടെ എത്തണം വന്നിരിക്കുന്നത്. നേരോ? എടാ, നീ ഇന്നലെ കർത്താവ് സാറിന്റെ വീട്ടിൽ പോയിരുന്നോ? പോയിരുന്നു. അവിടുത്തെ പെൺകുട്ടിയുടെ ഫോട്ടോ നീ മോഷ്ടിച്ചോ? ഇല്ല. ഇല്ലേ? അപ്പൊ തന്നെ തിരിച്ചു വാങ്ങിച്ചു. ഓ, അവരൊക്കെ തിരിച്ചു വാങ്ങിച്ചല്ലേ? ഈ കത്ത് നീ അയച്ചതാണോ? എന്ത് കത്ത്?
കർത്താവ് സാറിന്റെ പെൺകുട്ടിക്ക് ഒരു വിവാഹാലോചന വന്നു. അവർ വിവാഹം നടത്താൻ തന്നെ തീരുമാനിച്ചതാ. അപ്പോഴാ ഇവന്റെ കത്തിയില്ലുന്നത്. ആ പെൺകുട്ടിയും ഇവരുമായിട്ട് സ്നേഹമാണെന്നും വിവാഹം നടത്തരുതെന്നും. ഈശ്വര, ഞാൻ എന്തായി കേൾക്കണത്? കർത്താവ് സാറെ കൊണ്ട് കുഴപ്പമൊന്നും ഉണ്ടായില്ല. പക്ഷെ ആ പെൺകുട്ടിയുടെ വിവാഹം ഇവൻ കാരണം നിന്നുപോയില്ലേ? അതിനൊരു കവറിന്റെ ചെലവല്ലേ ഉള്ളൂ. ഞാൻ ആദ്യം എഴുതി നുണിയാണെന്നും പറഞ്ഞ് ഒരു ഉമ്മക്കുത്തുറ അയച്ചേക്കാം. ചാത്ത് ക്ലോസ്. കേടാത്ത് ഓടാടുന്നു. ആ പെൺകുട്ടി അത്ര മോശക്കാരിയൊന്നും ആയിരിക്കില്ല. ആമ്പിള്ളേരൊന്ന് നോക്കിന്ന് വെച്ച് ചീത്ത പറയാൻ എന്തിരിക്കുന്നു? അങ്ങനെയാണെങ്കിലേ പണ്ട് അമ്പലക്കുളത്തിൽ വെച്ച് നീ എന്നെ ചീത്ത പറഞ്ഞത് എനിക്കെന്തിനാ മാമ്പഴം വെച്ച് നീട്ടിയത്? അതോ അത് നിന്നോടുള്ള സ്നേഹം കൊണ്ടല്ലേ? ഒന്ന് ചുമ്മാ ഇരിക്കും. ഡിസിപ്ലിൻ പറയുകയും ചെയ്യും, ഓരോന്ന് കാണിക്കുകയും ചെയ്യും. പിള്ളേരുടെ അപ്പുറത്തുണ്ട്. ജയിച്ച സ്ഥിതിക്ക് ജമീലയെ കോളേജിൽ പറഞ്ഞ് അയക്കണം ആലിക്കുട്ടി. അണ്ണാൻ കുഞ്ഞിന് ആനയോളം വായ തുറക്കാൻ കയ്യോ സാറേ. അന്നത്തെ കാര്യങ്ങൾ എന്നെ ഉരുട്ടിപ്പരട്ടി കഴിഞ്ഞു വിടുന്നത് പടച്ചോൻ വേണ്ടി വെച്ചിട്ടാണ്. 10 പലതൊന്നും ഇല്ലല്ലോ, ഒരു പെൺകുട്ടിയല്ലേ ഉള്ളൂ. ഒന്ന് പോരെ. നഞ്ഞെന്തിനാ നാനായി ഈ പെൺകുട്ടികൾ പെര പറഞ്ഞു നിന്നാലേ അടുപ്പിന്റെ മൂട്ടിൽ കരിമഞ്ഞ് നടക്കാൻ പറ്റിയ ശേലിക്കാണ്. പറ്റിയൊരാലോചന വന്നാ കെട്ടിച്ചു വിടണമെന്നാണ് ഞമ്മളെ പൂതി. ഒന്നോർത്ത അതാണ് അതിന്റെ ശരി. ഈ ഇറച്ചിക്കറിയും പെൺകുട്ടികളും ഒരേ ശൈലിക്കാണെന്നാണ് ഞമ്മളെ വാദം. ചൂടാറിയാല് ആവശ്യക്കാര് കുറയും. പരീക്ഷ കഴിഞ്ഞാ മാലിനിയുടെ വിവാഹം നടത്തണമെന്ന് ഞാനും വിചാരിക്കുന്നത്. ഭാവിയും പ്രതിയും ഒരേ അഭിപ്രായക്കാരാണ്. പിന്നെ എന്തിനാ സാറേ വൈകിക്കണത്? അങ്ങനെ നടക്കട്ടെ. എന്റെ ശങ്കരപ്പിള്ളേ, ഞാൻ ഇവളുടെ കാര്യം കൊണ്ട് തോറ്റു. ഒരു കാര്യം പറഞ്ഞാൽ അവളുടെ തലയോട്ട് കയറുകയല്ല. എന്താ ഇപ്പൊ കുഴപ്പമുണ്ടായത്? മുരളി അമേരിക്കയിൽ പോയി വന്നിട്ട് മതി വിവാഹം എന്ന് ഞാൻ. അതുപോലെ ഉടനെ നടത്തണമെന്ന് ഇവള്. നിങ്ങളുടെ അഭിപ്രായം എന്താ? എനിക്കെന്താ പ്രത്യേകിച്ച് അഭിപ്രായമുള്ളൂ? എല്ലാവരുടെയും അഭിപ്രായം എന്റെ അഭിപ്രായം. അവളുടെ അമ്മയുള്ള കാലം മുതലേ തീരുമാനിച്ചതാ മുരളി മാലിനിക്കാണെന്നും മാലിന്യ മുരളിക്കാണെന്നും. എന്താ കുഴപ്പം? നിങ്ങളുടെ അഭിപ്രായത്തിനൊന്നും എന്നെ കിട്ടത്തില്ല. ആ ശങ്കരപ്പിള്ള സാറങ്ങാനും കണ്ടോണ്ട് വന്നാലേ എന്റെ കഴുത്തെടുത്തു കളി. ഞാൻ താലി കെട്ടാൻ പോകുന്ന ശംഖ് കടഞ്ഞതുപോലുള്ള ഈ കഴുത്തിൽ ആരും ഒന്നും ചെയ്യത്തില്ല. പിന്നെ താലി കെട്ടും. ചേട്ടൻ വരെ സ്വപ്നം കണ്ടോണ്ടിരുന്നാ മതി. അതെന്താ നിനക്ക് എന്നെ വിശ്വാസമില്ല? എനിക്ക് വിശ്വാസമില്ലാഞ്ഞിട്ടല്ല. നാട്ടുകാരെന്തെല്ലാം പറയുന്നറിയാമോ? ചേട്ടൻ കള്ളു കുടിച്ചും ചീട്ട് കളിച്ചും നടക്കുന്ന ആളാണെന്നും സ്വന്തമായി ഒരു കരി മണ്ണുപോലെ ഇല്ലെന്നും അതുകൊണ്ട് കെട്ടിയാലും കുറച്ച് കഴിയുമ്പോൾ ഇട്ടേച്ച് പോകുമെന്ന് ഒറ്റ ആളുകൾ പറയുന്നത്. ഏതവനാറാ അങ്ങനെ പറഞ്ഞത്? അവന്റെ അബ്ബിയാണ് വിളിച്ചത്. എന്റെ പൊന്നും കൊടുത്ത് മീനാക്ഷി, ആരെന്തു പറഞ്ഞാലും നീ വിശ്വസിക്കരുത്. കൊടുങ്ങല്ലൂർ അമ്മയാണ്. എനിക്ക് 1 ഏക്കർ പുരേടവും ഒരു ചെറിയ വീടുമുണ്ട്. നിനക്കെന്നെ വിശ്വാസമില്ലെങ്കിൽ നാളെ ഞാൻ ആധാരം കാണിച്ചു. എനിക്ക് സ്വത്തൊന്നും വേണ്ട. ചേട്ടൻ ഈ കള്ളുകൂടി ഒന്ന് നിർത്തിയാൽ മതി. നിന്റെ കഴുത്തെ താലി വെച്ചാൽ അന്ന് മുതൽ നിന്റെ അച്ഛനാണ്, അല്ല എന്റെ അച്ഛനാണ് ഞാൻ കള്ളുകുടിക്കും. പിന്നെ കുടിക്കുകയില്ലേ? കുടിക്കും, പക്ഷേ കള്ളും ചാരായൊന്നും ആയിരിക്കില്ല. പിന്നെ പിന്നെ പോ ചേട്ടാ.